കുഞ്ഞാവേ എന്താ പരിപാടി? ഇവിടെ ഇവരെന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. കുഞ്ഞാവേ നമ്മള് നിറയണെന്ന് അല്ലെ, അപ്പൊ അതിനുള്ള തയ്യാറെടുപ്പുകളൊക്കെയാണ്. തയ്യാറെടുപ്പാണ്. കൊറേ കൂട്ടുകാർ നമ്മളെ പൂജാ റൂം വെച്ചത് ചെറിയ പൂജാ റൂമാണ് ചെറിയ പൂജാ റൂം. പിന്നെ നിറയെ കുറിച്ച് പറയാനുള്ളതൊക്കെ അമ്മ പറയും. അമ്മയ്ക്കാണ് കൂടുതൽ അറിയാം. 5 തിരി ഇടും. മുത്തശ്ശി വിളക്ക് കത്തിക്കണോ? വിളക്ക് കത്തിക്കാൻ നിറയില്ലെന്നേ. അതെ, അച്ഛൻ വ്യാപത്തുനിന്ന് വരുന്നിട്ട് കതിരൊക്കെ ഇങ്ങടെ കൊണ്ടുവരണ്ടേ. അതെ, അപ്പൊ അതിന്റെ ഏർപ്പാടിലാണ്. അതെ, തിരക്കിലാണ്. തിരക്കിന് പിന്നെ അണിയല് കഴിഞ്ഞോ? പാതിമൊക്കെ അണിഞ്ഞു. അതിൽ മണിയാണ്. അതെ. അപ്പൊ ഞങ്ങൾ അണിയട്ടെട്ടോ, ഞാനും കുഞ്ഞാവേ. അല്ല കുഞ്ഞാവേ, പണ്ട് എങ്ങനെയാ അറിയോ? അപ്പുറത്തുനിന്നല്ല കതിര് കൊണ്ടുവരിക അമ്മു. പണ്ട് നമ്മള് ഇല്ലത്തെ തന്നെയാണ് ചെയ്യൊക്കെ. കതിരുണ്ടാക്കുക. കതിര് വേറെ കൊണ്ടുവരും. പക്ഷെ പൂജ ഉണ്ട്. അങ്ങനെ നമ്മൾ അടയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അടയൊക്കെ ഉണ്ടാക്കി അതിന് പൂജ കഴിച്ച് പിന്നെ പ്രദർശനമൊക്കെ വെച്ചിട്ട് മുത്തശ്ശനാണ് അന്ന് തറ്റുടുക്കുകയല്ല. അപ്പൊ ഇങ്ങനത്തെ മാതിരി മുണ്ടല്ല ഉടുക്കുക. തറ്റുടുത്തിട്ട് പിന്നെ മണിയൊക്കെ കൊട്ടി പഠിക്കിന്റെ പുറത്താണ് വെക്കുക കതിര്. അപ്പൊ ഈ പൂജയൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടാണ് പൂജ ചെയ്യാ. ഞാൻ കണ്ടിട്ടുണ്ടാവും ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ അട ഉണ്ടാക്കിയിട്ട് ഓരോ റൂമിലും എല്ലാ റൂമിലും വെക്കും. കൂടി പോയി എടുക്കും. മുകളിലൊക്കെ വെച്ചിട്ടുണ്ടാവും. പക്ഷെ കോണിപ്പടി അന്നൊക്കെ ചിലപ്പോ ഉറുമ്പൊക്കെ വന്നിണ്ടാവും. കാരണം അതൊരു സാധാരണ കേട്ടോ കഴിക്കാൻ. ആ പൊട്ടാണ് വെച്ചാലും ഭയങ്കര സ്വാദം. അങ്ങനത്തെ അടയൊന്നും ഉണ്ടാവില്ല, നമ്മള് കഴിക്കണ്ടാവില്ല. അത്രയും സ്വാദാണ് അതൊക്കെ. പിന്നെ ഒരു പുത്തരി, അത് ചിലവര് ഇന്ന് ചെയ്യണവരുണ്ട്, ചിലവര് തിരുവോണത്തിന് ചെയ്യണവരുണ്ട്. പുത്തരി പായസം അതിന് പൂജ അച്ഛനാണ് ഞങ്ങൾക്ക് അതൊക്കെ ചെയ്ത് തന്നിരുന്നത്. ഇപ്പൊ പിന്നെ അങ്ങനത്തെ ചിട്ടകളൊന്നും കൊറേയൊക്കെ ഇല്ലാതെ കുറച്ചൊക്കെ ചെയ്യുന്നുണ്ട്. അതെ. അപ്പൊ നമ്മള് കതിര് കൊണ്ടുവരാൻ പോകുമ്പോയി. അപ്പൊ ഈ വളക്കും അഷ്ടമംഗലിയൊക്കെ നമ്മള് പിടിച്ച് നിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം കതിര് ഇങ്ങോട്ട് കൊണ്ടുവരാൻ. അണിയാണേ. കുഞ്ഞാവാഞ്ഞൊന്ന് കുഞ്ഞാവ് അണിഞ്ഞോളൂ. കുഞ്ഞാവേന്റെ കൈ അണിയൂ. കുഞ്ഞാവ കയ്യാണ് അണിയൂ. കൈകൊണ്ട് ഇങ്ങനെ ആക്കൂ. കുഞ്ഞിക്കൈ ഇറങ്ങി നിൽക്കൂ. ഉമ്മർപ്പടിന്ന് ഇറങ്ങി നിൽക്കും. അതിനത് അറിയില്ല. ഇത് മതിയെന്ന. അങ്ങനെയല്ല, കൈ ഇങ്ങനെ മുക്കൂ. ഇതില് കൈ മുക്കൂ. ആ കുഞ്ഞിക്കയ്യേ. ഒന്നൂടെ അവിടെയും കൂടെ ഉണ്ട്. മണി കൊട്ടുമ്പോ മത്തി പിടിക്കല്ലേ ഒരു കൈയുള്ളൂ. ഞാൻ ഒരു കൈ കൂടെ വേണം. കഴിഞ്ഞു. എന്താ പടം കാണിക്കാം. കുഞ്ഞാവ് ഒരു കൈ മാത്രം അണിഞ്ഞിട്ട് പോയി. ആ അരിമാവ് അതിന് അത്ര വലിയ ഇഷ്ടല്ലേ, അതുകൊണ്ട്. അമ്മ ഇവിടെ പലകയമ്മ എങ്ങനെ അണിയണ്ടേ? ഇങ്ങനെ അത് ഒന്നുകൂടെ ആക്കോ കുഞ്ഞിക്കൈ. മാവ് തവിടെയാണ്. മാവില് മുക്കൂ. അങ്ങനെ ചെലോ. എന്നിട്ട് കഴുകാ ലാസ്റ്റ്. മാവില് മുക്കൂ. കൈ മുക്കൂ. എന്നിട്ട് ലാസ്റ്റ് നമുക്ക് കഴുക എടുത്താ. ഞാനേ കുഞ്ഞാനെ കൊണ്ടുപോയില്ല കേട്ടോ. എന്നാല് കുഞ്ഞാനെ കൊണ്ടുപോയില്ല കേട്ടോ. മുക്കിയേ. ഇനി നമുക്ക് പോവാട്ടോ പണിയാൻ. വരും. പോവാ. ഇതാ ഭംഗി മറ്റേക്കാളിലും നന്നായിണ്ട്. നിഷ്കളങ്കതയാണല്ലോ. അതെ. അപ്പൊ അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ്. എന്നാ വട്ടടോ മുത്തശ്ശി നടക്കും. അമ്മ പോണ്ടേ? അല്ല അണിയാ ഇവിടെ കുറച്ച് സ്ഥലം വിട്ടോളൂ കേട്ടോ. ഇന്ന് പൂവിടുന്നത് അച്ഛനാണ്. വെറുതെ ഇത് നാശാക്കണോ കൊറേ? ഇത് അരിമാവല്ലേ? അരിമാവാണ്. ഉണക്കല്ലരി. എന്നിട്ട് ഇത്ര കളറുണ്ട്. കളറൊക്കെ ഉണ്ട്.
ഉണക്കല്ലരിയാണ് ഇതിനൊക്കെ എടുക്കുക. ആ ചിലവര് പച്ച ഇരിക്കുന്നവരുണ്ട് കേട്ടോ. ഉണക്കല്ലരി എടുക്കാറ്. അമ്മു ആ ഇതിൽ ചവിട്ടിയിട്ട് വേണം കതിരും കൊണ്ട് വരാൻ. അതിനാണ് ഇങ്ങനെ മുറ്റത്ത് അണിയണത്. വൃത്തി വെക്ക് കേട്ടോ. ആ വെന്നച്ചനാ ചവിട്ട ലൂസായോ കുറച്ച് മാവ്? ആ അപ്പൊ ലൂസായി. ആ മുറ്റത്താവുമ്പോ അല്ല ഇങ്ങനെ വേണമെങ്കിൽ അത് അവിടെ ഉണ്ട് കുറച്ച് ലൂസാകത്ത്. കുറ്റി ചെറുതാളി കുറ്റി ചെറുതാളി ചുറ്റും അടുത്തതാ വീടിന്റെ അകത്ത് മുത്തശ്ശി അണിയാൻ തുടങ്ങി. കഴിഞ്ഞ അപ്പൊ തന്നെ തുടയ്ക്കാം. അല്ലെങ്കിൽ ഇതേ പോവാൻ നല്ല പണിയാ. അത് ശരിയാ. അപ്പൊ ഇന്ന് വെളുത്തണ്ണു അട്ടം വെട്ട ഓണം കറക്കും. ഇപ്പൊ പണ്ടത്തെ പഞ്ചലൊന്നും ശരിയല്ല. അതൊന്നും എല്ലാവർക്കും മാറ്റം വന്നിട്ടുണ്ട്. നമ്മള് നല്ല പൂവ് വാങ്ങാൻ വിചാരിച്ചല്ലേ അമ്മു. അപ്പൊ പിന്നെ ഓരോ തിരക്കൊണ്ട് പിന്നെ വാങ്ങിയില്ല. പിന്നെ ചെറിയ പൂക്കളെ പാടുള്ളൂ. ശരിക്കും ശംഖുഷ്പം മാത്രം വരെ പാടുള്ളൂ. ചോപ്പിഞ്ഞ് എടുത്താരെങ്കിലും അറിയാവോലെ. ഇന്ന് ചോപ്പിടാൻ പാടില്ല അത്രേ. അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടൊക്കെ അങ്ങനെയാണ്. പൂപ്പാലിയൊക്കെ പോസ്റ്റിന്റെ അവിടെ വെച്ചിട്ടുണ്ട് കിട്ടണോ ചങ്കിക്ക് അടി? കേട്ടോ. അടി കിട്ടണോ? ആ അതന്നെ പറഞ്ഞത്. കുഞ്ഞാവ് വർത്താനം പറയോ? നിറ പറഞ്ഞോളൂ. മംഗല്യ കത്ത്. അതെ. ഇപ്പൊ അമ്പലത്തിൽ നിന്നാവോണ്ടേ ഒരു കതിരെ ഒരു പൊതിയൊക്കെ കിട്ടുള്ളൂ. അങ്ങനെ എത്ര ആൾക്കാർക്ക് കൊടുക്കണം അമ്പലത്തിൽ നിന്ന്? രാവിലെ ഷീറ്റാ കൊടുത്താൽ ആദ്യമൊക്കെ തലേദിവസം ഷീറ്റാക്കി. ഇപ്പൊ അതില്ല, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ അപ്പോഴൊക്കെ ഷീറ്റാക്കി തരും. അതെ. അപ്പൊ എന്തായാലും ഞാൻ അച്ഛൻ ശശി വേണ്ടി കാത്തുന്നില്ല, അച്ഛൻ പറഞ്ഞാൽ കാത്തുന്നില്ല, നമുക്കുള്ളതും കൂടി അവിടുന്ന് വാങ്ങി പോകും. അല്ലെങ്കിൽ ചെല്ലുമ്പോഴൊക്കെ അമ്പലം അടച്ചു പോയാലോ. അപ്പൊ കർക്കിടക മാസത്തിലെ വാവ് കഴിഞ്ഞാലാണ് നിറയുടെ. അതിന് മുഹൂർത്തം നോക്കണ്ടെന്നാ പറയാ. കർക്കിടക മാസം വാവ് കഴിഞ്ഞ ഞായറാഴ്ച, അതാണ് ഈ നിറയുടെ പ്രത്യേകത കേട്ടോ. നമ്മള് തെക്ക് ഭാഗത്ത് പിന്നെ കാസർഗോഡ് ഭാഗത്തൊക്കെ ഇന്നലെ ആയിരുന്നു. നീലേശ്വര ഭാഗത്ത് കാസർഗോഡ് കണ്ണൂർ ഭാഗത്തൊക്കെ ഇന്നലെ ആയിരുന്നു. ഇന്നാണ് അങ്ങനെ പുത്തരിയതെ. പുത്തരിയതെ ചിലർ നല്ല ദിവസം നോക്കിയിട്ട് ഉത്രാടത്തിന് ചെയ്യണവരുണ്ട്. തിരുവനന്തപുരം ഉത്രാടം ചെയ്യണം അറിയാം. പുത്തരി പായസം എന്ന് പറഞ്ഞിട്ട് അത് കൊണ്ടുവരാറുണ്ട്. പിന്നെ അച്ഛനുള്ളപ്പോ എന്താ വെച്ചാൽ അതൊക്കെ അവിടെ തന്നെ ചെയ്യും. ഇതിന്ന് 2 നെല്ല് എടുത്തിട്ട് അരി ഇതിലിട്ട് വേറെ പായസത്തിക്കാണ്ട് ഇടും. അപ്പൊ ആ പായസത്തിയായി. അപ്പൊ ആ നിറയുടെ തന്നെ പുത്തരി. അപ്പൊ നന്നൊക്കെ ജപിച്ചിട്ട് വേണം നമുക്ക് കഴിക്കാൻ. പിന്നെ ചുണ്ടനി കൊണ്ട് ഉപ്പേരി വെക്കും. അപ്പൊ ഓരോ നറുക്കിലേല് ഈ പായസം പിന്നെ ചുണ്ടനി കൊണ്ടുള്ള ഉപ്പേരി വെച്ചിട്ട് അവസ്ഥരിക്കാന്ന് ചിലർക്ക് അറിയോന്ന് അറിയില്ല കേട്ടോ. നമ്മൾ അതിനാണ് അവസ്ഥനം എന്ന് പറയാ.
എന്നിട്ട് ജപിച്ച് കഴിഞ്ഞ് ഇനി കഴിച്ചോളും കുട്ടികളെന്ന് പറയും. അപ്പൊ ഞങ്ങൾക്ക് അന്നൊക്കെ നല്ല നമുക്ക് എന്ത് സന്തോഷം അറിയോ. ഇപ്പൊ എല്ലാവരും ഒറ്റക്കാരായി ഇല്ലാതെ. അതുകൊണ്ട് ഇപ്പൊ അതൊന്നും അതെ. ഇപ്പൊ നമ്മളിതാ കഴിഞ്ഞ വർഷം കെട്ടിയിട്ടുള്ള മതിരാട്ടോ അതൊക്കെ അതന്നെ. അത് മാറ്റിയിട്ട് ഈ കതിര് പുതിയ കതിര് കെട്ടും. അപ്പൊ അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ നിറം ഇങ്ങനെ പോട്ടെ. അപ്പൊ ഞാൻ അടുത്ത വർഷം എല്ലാവർക്കും നിറയിട്ട് നല്ല എല്ലാ നന്മകളും ഉണ്ടാവും. സമൃദ്ധിയോടുകൂടി അതെ ഭംഗിയായി എല്ലാം സംഭവിക്കട്ടെ. അതെ. പഴയതിട്ടോളൂ, സ്കൂള് പഴയതിട്ടോളൂ. എന്താ കെട്ടണത്? പഴയ എന്താ കെട്ടണ പറയൂ. കതിര് കെട്ടുക. പഴയ നെൽക്കതിര് മാറ്റിയിട്ട് പുതിയ നെൽക്കതിര് കെട്ട്. പൊതിയിൽ എന്തൊക്കെയാ ഉണ്ടാവല്ലേ? ആ ദശപുഷ്പങ്ങളാണ് പൊതിയിലുണ്ടാവുക അല്ലെ? അതെ. പണ്ടൊക്കെ ഇങ്ങനത്തെ കതിരൊക്കെ കെട്ടി കഴിഞ്ഞാല് ഒരു കൊല്ലാകുമ്പോഴേക്ക് എലിയുണ്ട് നെൽമണിക്ക് കൊണ്ടുണ്ടാവും. ആ എലിയുള്ള പണ്ടത്തെ കാലത്തൊക്കെ എലി എല്ലാം ഉണ്ടാവൂലോ. അപ്പൊ നമ്മളിങ്ങനെ എടുക്കണ സമയത്ത് ചിലയിലേ നെല്ലുണ്ടാവുള്ളൂ, ചിലത് ഇങ്ങനെ ചപ്പി കൊണ്ടാവും, ഒന്നും ഉണ്ടാവില്ല. നിങ്ങളെ